സ്റ്റുഡൻസ്, റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന പാഠഭാഗത്തെ പാർട്ട് 4 സെക്ഷനാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെയിൽവേ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസുകളാണ് പരിചയപ്പെട്ടത്. അത് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. സോ അതിനു മുന്നേ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, റെയിലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ജോയിൻ ചെയ്തിട്ടാണ് റെയിലിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു റെയിലാണെങ്കിൽ ഇത് വേറൊരു റെയിൽ, ഇങ്ങനെ റെയിലിന് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തടുത്തുള്ള റെയിലുകൾക്കിടയിൽ എന്തുണ്ടാവും? ഒരു എക്സ്പാൻഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഈ റെയിലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് ഏകദേശം 3 മില്ലിമീറ്ററാണ് എക്സ്പാൻഷൻ ഗ്യാപ്പ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിങ്സ് ഇൻ റെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെയില് അതിൻ്റെ പൊസിഷനിൽ നിന്നും സ്ഥാനം മാറുകയാണ്, അത് കുറച്ച് മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. അതാണ് കിങ്സ് ഇൻ റെയിൽ എന്ന് പറയുന്നത്. ഇത് സാധാരണ റെയിലിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. എന്താ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയാം. ഈ കിങ്സ് ഇൻ റെയിൽ എന്ന് പറഞ്ഞാൽ റെയിലുകൾക്കിടയിലുള്ള ജോയിൻറ്റിലാണ് കിങ്സ് ഇൻ റെയിൽ കാണപ്പെടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള റെയിലുകൾ തമ്മിൽ ഒന്നിന് മുകളിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് വിയർ ഓഫ് റെയിൽ. നമുക്കറിയാം, നമ്മൾ ഏതൊരു മെറ്റലിൻ്റെ ഭാഗമാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു റെയില് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റീൽ ഗേർഡേഴ്സാണ് റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ഗേർഡേഴ്സിന് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ തേയ്മാനം സംഭവിക്കും. എന്താ ഈ തേയ്മാനം എന്ന് പറഞ്ഞാൽ, ഈ റെയിലിൻ്റെ മെറ്റൽ അവിടെ നിന്നും ഫ്ലോ ചെയ്യും, അല്ലേ? അതായത് അവിടെയുള്ള മെറ്റലിൻ്റെ കനം കുറയും. അതാണ് തേയ്മാനം കൊണ്ട് അഥവാ വിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിയർ ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ഫ്ലോ ഓഫ് റെയിൽ മെറ്റൽ ഡ്യൂ ടു അബ്നോർമലി ഹെവി ലോഡ്. ഒരു അബ്നോർമലായിട്ട് ഹെവി ലോഡ് വരുന്നതിൻ്റെ ഫലമായിട്ട് റെയിലിലെ മെറ്റലിനുണ്ടാവുന്ന തേയ്മാനം, അതിനെയാണ് നമ്മൾ വിയർ ഓഫ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ആൻറ്റി ക്രീപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. എന്താണ് ക്രീപ്പ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രീപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇറ്റ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് എ റെയിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ ട്രെയിൻ. ട്രെയിന് മൂവ് ചെയ്യുന്ന അതേ ദിശയിൽ ഒരു റെയിലിനുണ്ടാവുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ക്രീപ്പ് എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ ക്രീപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി ക്രീപ്പ് എന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്, അഥവാ ഫാസ്റ്റനിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റി ക്രീപ്പ് എന്ന ഫാസ്റ്റനിങ് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്? സ്ലീപ്പറിനും അതേപോലെ തന്നെ ഫൂട്ട് ഓഫ് റെയിലിനും ഇടയ്ക്കാണ് നമ്മൾ ഈ ആൻറ്റി ക്രീപ്പ് ബന്ധിപ്പിക്കുന്നത്. എവിടെയാണ് ഈ ആൻറ്റി ക്രീപ്പ് ഫിക്സ് ചെയ്യുന്നത്? സ്ലീപ്പറിനും റെയിലിൻ്റെ ഫൂട്ടിനും. അപ്പോൾ ഇതാണ്, ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇതാണിപ്പം റെയിലെങ്കിൽ ഇതാണ് നമ്മളെ സ്ലീപ്പേഴ്സ്, അല്ലേ? അപ്പം ഇതിൻ്റെ ഇടയ്ക്കാണ് കൊടുക്കുന്ന ഫാസ്റ്റനിങ് ആണ് ആൻറ്റി ക്രീപ്പ്. എന്തിനാണ് ഈ ഫാസ്റ്റനിങ് കൊടുക്കുന്നത്? ക്രീപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ചെക്ക് റെയിലാണ്. ഈ റെയിൽ എന്ന് പറഞ്ഞാൽ മെയിൻ റെയിലിൻ്റെ ഉള്ളിലാണ് ചെക്ക് റെയിൽ അഥവാ ഗേർഡ് റെയിൽ കൊടുക്കുന്നത്. ഇത് സാധാരണ ലെവൽ ക്രോസിങ്ങിലും പിന്നെ മറ്റുള്ള ക്രോസിങ്ങിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള റെയിലുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ലെവൽ ക്രോസിങ്ങോ മറ്റെന്തെങ്കിലും ടൈപ്പ് ക്രോസിങ്ങിലൊക്കെയാണ് നമുക്ക് ഗേർഡ് റെയിൽ അല്ലെങ്കിൽ ചെക്ക് റെയിൽ കാണപ്പെടുന്നത്. ഇതാണ് മെയിൻ റെയിലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ റെയിലാണ് എന്തെന്നത്? ഗേർഡ് റെയിൽ എന്ന് പറയുന്നത്. അടുത്തത് ഹോഗിങ് ഓഫ് റെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തടുത്തുള്ള റെയിലുകൾ, നമ്മളിപ്പോൾ അടുത്തടുത്തുള്ള റെയിലുകൾ നോക്കുക, ഈ ഒരു ഫിഗർ നോക്കുക. അടുത്തടുത്തുള്ള റെയിലുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, അല്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അവ വെർട്ടിക്കലായിട്ട് കുറച്ച് താന്നു പോവുകയാണ്, താഴത്തോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെയാണ് ഹോഗിങ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്.
അതിൻ്റെ ഫിഗറാണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം കേട്ടോ, ഫിഗർ ഒന്ന് നോക്കിക്കോളാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വിയർ ഓഫ് റെയിൽ എന്താണെന്ന് അല്ലേ. എന്തായിരുന്നു വിയർ ഓഫ് റെയിൽ? കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിന് ട്രാക്കിൻ്റെ മുകളിലൂടെ പോകുന്നതുകൊണ്ട് റെയിലിന് മുകളിൽ ഹെവി ലോഡ് വരും. ഈ ഹെവി ലോഡ് കാരണം റെയിലിലെ മെറ്റൽ ഫ്ലോ ചെയ്യാണ് എങ്കിൽ അതിനെയാണ് വിയർ ഓഫ് റെയിൽ എന്ന് പറയുന്നത്. ഒന്നുമില്ല, സിംപ്ലി പറയുകയാണെങ്കിൽ തേയ്മാനം. അപ്പം 3 തരത്തിലാണ് വിയർ ഓഫ് റെയിൽ കാണപ്പെടുക. ഒന്ന് ഹെഡ് ഓഫ് റെയിൽ, റെയിലിൻ്റെ മുകൾ ഭാഗത്ത് വിയർ സംഭവിക്കാം. പിന്നെ റെയിലിൻ്റെ അടിഭാഗത്തും വിയർ സംഭവിക്കാം. പിന്നെ റെയിലിൻ്റെ സൈഡിലും വിയർ സംഭവിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിലിൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന വിയറാണ്. ഇതിനെ ബ്ലർ എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഒരു പ്രൊജക്ഷൻ കണ്ടോ, മെറ്റൽ ഫ്ലോ ചെയ്ത് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവുന്നു. നമ്മുടെ വിയറിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേട്ടോ ഇത്. കണ്ടോ, വീല് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഒരു മെറ്റൽ ഫ്ലോ ചെയ്തിട്ട് ഉണ്ടാവുന്നു. ഇത് എൻഡിൽ കാണപ്പെടുന്ന വിയറിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് വിയർ ഓഫ് റെയിലിന് കാരണമെന്ന് നോക്കാം. അബ്രേഷൻ ഫോഴ്സ് ആണ് ആദ്യത്തെ കാരണം. ഈ ട്രെയിന് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു അബ്രേഷൻ ഫോഴ്സ് ഉണ്ടാവും, അത് വിയറിന് കാരണമാവുന്നു. പിന്നെ വലിയ ലോഡ് ഒരു ചെറിയ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഫലമായിട്ട് മെറ്റൽ ഫ്ലോ ചെയ്യുന്നു, അത് വിയറിന് കാരണമാകുന്നു. പിന്നെ അടുത്തത് ഈ വീലിൻ്റെ ഇടയിൽ കുറച്ച് മണ്ണുകൾ സാൻഡൊക്കെ കുടുങ്ങിക്കിടന്നാൽ അവയ്ക്കിടയിൽ ഒരു ഗ്രൈൻഡിങ് ആക്ഷൻ ഉണ്ടാവും. ഈ ഗ്രൈൻഡിങ് ആക്ഷനും വിയർ കൂട്ടാൻ കാരണമാവാറുണ്ട്. അടുത്തത് കൊറോഷൻ പ്രാധാന്യമായിട്ടും ഈ കടൽ തീരത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൊറോഷൻ സംഭവിക്കുക, മെറ്റലിന് കൊറോഷൻ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അടുത്തത് ബെൻഡിങ് ഓഫ് റെയിൽ. നമുക്കറിയാം സാധാരണ നമ്മൾ റെയിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുക അല്ലേ. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ നേരിയ രീതിയിൽ കർവ് കൊടുക്കും. പക്ഷേ നന്നായിട്ട് കർവ് ഉണ്ടാവില്ല, ചെറിയ രീതിയിലൊരു കർവ് കൊടുക്കും അല്ലേ. അത് ഹിൽ സൈഡിലും ഒക്കെ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് ബെൻഡിങ് ഓഫ് റെയിൽ എന്ന് നമ്മൾ പറയുന്നത്. കണ്ടോ, ഇവിടെ ഇന്നർ റെയിൽ ഔട്ടർ റെയിലിനേക്കാളും കുറച്ചൊരു ബെൻഡ് ചെയ്തിട്ട് കൊടുക്കും. ഇത് നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് റെയിലിനെ ബെൻഡ് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് വെൽഡിങ് ഓഫ് റെയിൽ. നമ്മൾ പറഞ്ഞു റെയിലിനെ നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ട് രണ്ട് റെയിലിനെ തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെൽഡിങ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് ആർക്ക് കൊടുത്തിട്ട് 2 റെയിലിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതാണ് വെൽഡിങ് ഓഫ് റെയിൽ എന്ന് പറയുന്നു. ഇത് സാധാരണ റിപ്പയർ വർക്ക് സംഭവിക്കുമ്പോഴും റിപ്പയർ വർക്കൊക്കെ നടത്തുമ്പോഴൊക്കെയാണ് ഈ വെൽഡിങ് സാധാരണയായിട്ട് ചെയ്തു വരാറുള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെ മെത്തേഡ് വെൽഡിങ് ആണുള്ളത്? ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് ഉണ്ട്, ഓക്സി അസറ്റിലൈൻ വെൽഡിങ് ഉണ്ട്, കെമിക്കൽ ഓർ ടെർമിറ്റ് വെൽഡിങ്. അങ്ങനെ 3 ടൈപ്പ് വെൽഡിങ് ആണ് ഉള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.